ഹായ് ഓൾ, എല്ലാവർക്കും സുഖല്ലേ? ഇവിടുത്തെ രാവിലത്തെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ അതൊക്കെ. രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിളക്ക് വെക്കാറുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവ് എനർജി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ സാധാരണ കാര്യങ്ങളൊക്കെ നോക്കാറാണ്. പക്ഷെ ഇന്ന് ലീവാണ്, അപ്പോൾ കുറച്ച് സമയമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്തിരിക്കുകയാണ്. ജോലിയുള്ള ദിവസമാണെങ്കിൽ അതിനൊന്നും പറ്റില്ല കേട്ടോ. രാവിലെ ഭയങ്കര ഒരു ഹറിബറി ആയിരിക്കും. അപ്പോൾ ഇന്ന് എനിക്ക് ലീവാണ്. അപ്പോൾ ഇങ്ങനെ ആഗ്രഹമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക, കഴിക്കുക, ഇതൊക്കെയാണ് ലീവ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രധാനമായിട്ടുള്ള വിനോദങ്ങൾ. അപ്പോൾ ഇന്ന് ഇൻസ്റ്റൻ്റായിട്ട് മാങ്ങാച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കില്ലേ, കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ള മാങ്ങാച്ചാർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ അത് കുറച്ച് ഉണ്ടാക്കി വെച്ചു. അടുത്ത മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചെമ്മീനും മാങ്ങയിട്ടിട്ടുള്ള ഒരു കൂട്ടാൻ. ഇപ്പോൾ മാങ്ങയുടെ ഒരു അഭിഷേകം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ കുറച്ച് പച്ചമാങ്ങ വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ പിന്നെ അതിങ്ങോട്ട് തീർക്കാണ്ട് സമാധാനമില്ല, അതാണ് കാര്യം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്നും നാളെയൊക്കെ എനിക്ക് ലീവാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വർഷത്തെ ലീവ് എടുത്ത് തീർക്കുകയാണ്. ഇവിടെ ഒന്നും ലീവ് അങ്ങനെ നമുക്ക് അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ലീവ് എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആ ലീവ് അങ്ങനെ പോവും. അപ്പോൾ അതൊരു സങ്കടമല്ലേ. പിന്നെ നമ്മൾ ഡിസംബർ വരെ ലീവ് ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് വെക്കും, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ലക്കിലി അങ്ങനെ വലിയ ആവശ്യങ്ങളൊന്നും വന്നില്ല. അപ്പോൾ ഞാൻ ആ ലീവ് ഇങ്ങനെ എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചു. അടുത്ത ആഴ്ച എടുക്കാമെന്നാണ് വിചാരിച്ചത്, കാരണം മോളുടെ സ്കൂൾ പൊട്ടും. പക്ഷേ ആ സമയത്ത് കുറച്ച് ലീവ് അല്ലാതെ തന്നെ പബ്ലിക് ഹോളിഡേ ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഈ ആഴ്ച എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലീവ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക, ഉച്ചയ്ക്ക് നല്ലോണം ചോറുണ്ണും, അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഉറക്കത്തിന് മുമ്പായിട്ട് നല്ലൊരു സിനിമയും കൂടെ കാണും കേട്ടോ. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഉറങ്ങിപ്പോകുന്നത്. അത്രയും കാര്യങ്ങളായാൽ തന്നെ ഒരു ലീവിൻ്റെ ദിവസം ഒരു പ്രൊഡക്റ്റീവായി എന്ന് എനിക്ക് തോന്നും. പിന്നെ എന്താണെന്നറിയോ, നമ്മളൊരു ലീവൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്ലീനിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ രാത്രിയാകുമ്പോൾ നമുക്ക് ആകെ സങ്കടമാവും, ദൈവമേ എൻ്റെ ലീവ് അങ്ങനെ പോയല്ലോ, തീരെ റെസ്റ്റ് കിട്ടിയില്ലല്ലോ എന്നിട്ടോ. ഞാൻ പണ്ടൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ലീവ് കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങളും സിനിമയൊക്കെ കണ്ടു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആ ലീവ് എടുത്തതിനൊരു കാര്യം ഉണ്ടായ പോലെ തോന്നും. അല്ലെങ്കിലും ക്ലീനിങ് ഒക്കെ നമ്മൾ സാറ്റർഡേയും സൺഡേ ഒക്കെ ചെയ്യുമല്ലോ. ഞാൻ ക്ലീനിങ് ഇങ്ങനെ മുഴുവനായിട്ട് ഒരു ദിവസം ചെയ്യാറില്ല. അങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് ഭയങ്കര ടയേർഡാവണ പോലെ തോന്നിയിരുന്നു. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരോ ഭാഗങ്ങളായിട്ട് അങ്ങ് ക്ലീൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരുപാട് നമുക്ക് വർക്ക് കൂടിയ പോലെ തോന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് ലീവൊക്കെ കിട്ടി കഴിയുമ്പോൾ മാക്സിമം റെസ്റ്റ് എടുക്കാനും കൂടി നോക്കും. എന്നാൽ മാത്രമേ നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ആകെ ഒരു മടുപ്പ് തോന്നും. എൻ്റെ അച്ഛമ്മ പണ്ട് പറയും, നമ്മളെ നന്നായിട്ട് സ്നേഹിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരെയും കൂടെ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്ന്. സത്യമല്ലേ അത്?